സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. തിമോത്തിയോസിന് എഴുതിയതായ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 4-ാമത്തെ അധ്യായം നോക്കാം. പൗലോസ് തിമോത്തിയോസിന് എഴുതിയതായ ലേഖനം. പൗലോസ് ആരാണ് എന്ന് ചോദിച്ചാൽ അനേകം ആളുകളും പൗലോസ് എന്ന പേരുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടും. ഈ വിശുദ്ധനായ പൗലോസ് ആരാണ്? ഒരു കാലത്ത് സഭയെ ഉപദ്രവിച്ചതായ വ്യക്തി, യഹൂദിനു വേണ്ടി തീക്ഷ്ണതയോടെ നിന്നവൻ, ക്രിസ്തുവിൻ്റെ ദർശനം, ക്രൂശിലെ ദർശനം കിട്ടിയിട്ട് ദൈവഹിതം മനസ്സിലാക്കി ദൈവം തിരഞ്ഞെടുത്ത ഒരു പാത്രമായി, ദൈവം വേർതിരിച്ച ഒരു പാത്രമായി, ദൈവം ഉപയോഗിച്ച ഒരു പാത്രമായി ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നതായ യഥാർത്ഥമായ ഒരു ദൈവദാസൻ. പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്ര, 2-ാമത്തെ മിഷണറി യാത്ര, 3-ാമത്തെ മിഷണറി യാത്ര എന്ന് അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രയെക്കുറിച്ച് സുവിശേഷം അറിയാത്ത ജനങ്ങളുടെ മധ്യയിലേക്ക് കടന്നു ചെന്ന് അവരോട് ദൈവനാമം പ്രസംഗിച്ചതായിട്ട് കാണാം. ആ കാലത്ത് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ബസ്സും കാറും ഫ്ലൈറ്റും അതുപോലെ ഷിപ്സും ഒന്നും. സാധാരണ പടകുകളാണ്. പായ്കൾ വലിച്ചു കെട്ടിയ പടകിൽ സമുദ്രത്തിൽ കൂടി യാത്ര ചെയ്ത് ഒരുപാട് കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് തന്നെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം കടന്നു ചെന്ന് സുവിശേഷം പ്രസംഗിച്ച സമയത്ത് അനേകർ മാനസാന്തരപ്പെട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. അതുപോലെ മറ്റനേകർ അവനെതിരായിട്ട് അവനെ കല്ലെറിയാനിടയായി ചിലയിടത്ത് അടിച്ച് ഓടിച്ചു. എന്നാൽ തൻ്റെ മുൻപിൽ വരുന്നതായ പ്രതികൂലങ്ങളും തടസ്സങ്ങളും നോക്കാതെ തന്നെ കർത്താവ് അയച്ചതായ സ്ഥലങ്ങളിലേക്ക് പോയി. ചില സ്ഥലങ്ങളിൽ അത്ഭുതകരമായ ദൈവവേല നടന്നു. മറ്റു ചില ഇടങ്ങളിൽ മുൻപോട്ട് ദൈവവേല കൊണ്ടുപോകുവാൻ കഴിയാതെ തടസ്സപ്പെടുവാനും ഇടയായി. ഒരു യഥാർത്ഥ ദൈവദാസന്റെ ജോലി സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിനൊരു പ്രതിഫലം നമുക്ക് ലഭിക്കാനിടയാകും, ഒരു ഫലം കിട്ടാനിടയാകും, ആത്മാക്കൾ രക്ഷിക്കപ്പെടാനിടയാകും. നിത്യ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ നിത്യ രാജ്യത്തിന്റെ അവകാശികളാകും. ആരാണോ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെടുന്നത്, അവർ വിശ്വാസികളായി മാറും. അവർക്ക് സഭ ആവശ്യമാണ്, കൂട്ടായ്മ ആവശ്യമാണ്. സഭയെന്ന് പറയുമ്പോൾ നാം കെട്ടിപ്പൊക്കിയ ബിൽഡിങ്ങുകളല്ല, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ജനത്തിന്റെ കൂട്ടമാണ്. ഈ കാലത്ത് സഭ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പല ആളുകളും മനസ്സിലാക്കുന്നില്ല. പല പല സഭകളെക്കുറിച്ചാണ് ക്രിസ്തീയ സഭയെന്ന് വിചാരിക്കുന്നത്. ക്രിസ്തീയ സഭ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടതാണ്. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതായ ജനത്തിന്റെ കൂട്ടം ആകുന്നു അത് സഭ. സഭയെന്ന് പറഞ്ഞാൽ ഒരു ഭാഷക്കാരെയോ ഒരു ദേശക്കാരെയോ സംബന്ധിച്ചുള്ളതല്ല. ക്രിസ്തുവിന്റെ സഭയെന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേശക്കാരും എല്ലാ ഭാഷക്കാരും ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതായ എല്ലാവരും ക്രിസ്തുവിന്റെ മണവാട്ടി സഭയിൽ ചേർന്നതായ ആളുകളാണ്. സഭയെക്കുറിച്ച് പൗലോസ് മറ്റൊരു കാര്യം പറയുന്നു. 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന, എന്താണ് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണിത്, ദൈവത്തിൻ്റെ ആലയമാണിത്. യാക്കോബ് പിതാവിനെ വഞ്ചിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതായ സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു കല്ലെടുത്തിട്ട് തലയിണയായിട്ട് വെച്ച് കിടന്നുറങ്ങി. ആ രാത്രിയിൽ അവനൊരു ദർശനം കണ്ടു. ആകാശത്ത് നിന്നൊരു കോവേണി ഇറങ്ങി വന്നു. ദൈവദൂതന്മാർ മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മുകളിലേക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ ഉണർന്നെഴുന്നേറ്റ് ഇങ്ങനെ പറയാനിടയായി, ഇത് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ്. ഇത് സ്വർഗത്തിന്റെ വാതിലാകുന്നു. ദൈവത്തിന്റെ ആലയമാണിവിടം. ഇത് ദൈവത്തിന്റെ ഭവനമാണ് എന്ന് പറഞ്ഞ്
ബേഥേൽ എന്ന് പേരിടുവാനിടയായി. ഒരു നിമിഷം നോക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം 16-ാം വാക്യം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതു അറിഞ്ഞില്ല എന്നു പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇതു ദൈവത്തിന്റെ ആലയം അല്ലാതെ മറ്റൊന്നല്ല. ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആലയം സ്വർഗത്തിലേക്കുള്ള വാതിലാകുന്നു. വാതിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പ്രവേശന കവാടം, പ്രധാനപ്പെട്ട വാതിൽ. ഇത് സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ളതായ വാതിൽ ആകുന്നു. ഏത് ദൈവത്തിന്റെയാണ് ഈ ആലയം? ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? സ്വർഗത്തിൽ നിന്നൊരു കോവണി ഇറങ്ങി വന്നത് കണ്ടു. ആ കോവണിയിൽ കൂടി ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതായത് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായ സ്ഥലം, അതാണ് ദൈവത്തിന്റെ ആലയം. ഇവിടെ നാം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്നും ദൈവത്തിന്റെ മറുപടി, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ലഭിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. ദൈവത്തിന്റെ ആലയത്തിന്റെ വില മനസ്സിലാക്കുക. അതുമാത്രമല്ല, എപ്പോഴും ദൈവത്തിന്റെ ആലയം വിശുദ്ധമായതാണ്. വിശുദ്ധനായ ദൈവം നമ്മുടെ മധ്യേ നിവസിക്കണമെങ്കിൽ നാമും വിശുദ്ധി ഉള്ളവരായിരിക്കണം. ഹൃദയം നുറുങ്ങിയ വ്യക്തികൾക്ക് ഞാൻ സമീപസ്ഥനാകുന്നെന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ പറയുന്നു ദൈവത്തിന്റെ ആലയം എത്ര ഭയങ്കരമാകുന്നുവെന്ന്. നമുക്കറിയാം, ഇലക്ട്രിസിറ്റി എത്രയോ പ്രയോജനമുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്രയോ ഉപയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ അതിനെ മിസ്യൂസ് ചെയ്താൽ, അതുമായിട്ട് കളിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുക എന്നത് വളരെ ഭയങ്കരമാണ്. ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് കപടത കാണിക്കുന്നവരുണ്ട്. ദൈവാലയത്തിൽ വരികയും കള്ളത്തരം പറയുകയും വഞ്ചന കാട്ടുകയും ചെയ്ത് മുൻപോട്ട് പോകുന്ന ആളുകളുണ്ട്. ദൈവത്തിന്റെ ആലയത്തിലെ ചിട്ടകളെ പാലിക്കാത്തവർ, ദൈവത്തിന്റെ ആലയത്തിലെ അച്ചടക്കം ഒന്നും തന്നെ നോക്കാതെ അതിനെ മലിനമാക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടുകൊണ്ട് ദൈവം വെറുതെ ഇരിക്കില്ല. ദൈവം അവരെ ചാട്ടുപാറ കൊണ്ട് അടിച്ചോടിച്ചു. ഈ ദിവസവും അവന്റെ കൃപ വലിയതായിരിക്കുന്നത് കൊണ്ടും അവൻ ദീർഘക്ഷമയുള്ള ദൈവമായിരിക്കുന്നത് കൊണ്ടും അപ്പോൾ അവർക്കുള്ളതായ ശിക്ഷ ലഭിക്കാതെയിരിക്കുന്നു. എന്നാൽ തീർച്ചയായും പ്രതിഫലം അനുഭവിക്കും. ആ കാലത്ത് അനന്യാസും സഫീരയും പാപം ചെയ്തു, അവിടെ തന്നെ വീണു മരിച്ചു. എന്നാൽ ഈ കാലത്താണെങ്കിൽ അങ്ങനെ ചെയ്താൽ സഭകൾ ശൂന്യമായി പോകും. അതുകൊണ്ട് ദൈവം മറ്റൊരു അവസരം നൽകുകയാണ്, വീണ്ടും ഉപദേശിക്കുകയാണ്, നമ്മുടെ തെറ്റുകളെ നമുക്ക് മനസ്സിലാക്കി തരുകയാണ്. ദൈവത്തിന്റെ ആലയം ഭയങ്കരമാണ്. ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. 1 തിമോത്തിയോസ് 3:15 വാക്യം. ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടതു എങ്ങനെ എന്ന് നീ അറിയേണ്ടതിന്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ആലയത്തിൽ എങ്ങനെയാണ് ജനം ജീവിക്കേണ്ടത്? ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവദാസന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, ദൈവമക്കളുണ്ട്, വിശ്വാസികൾ ഉണ്ട്. ഒരു അച്ചടക്കം നാം ഈ ദൈവസഭയിൽ പാലിക്കേണ്ടത് ആവശ്യമാണ്. അവരവരുടെ ജോലി അവരവർ ചെയ്യണം. ദൈവത്തിന്റെ ആലയത്തിൽ എല്ലാവർക്കും ജോലികളുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാവരും കർത്താവിന്റെ ശരീരത്തിന്റെ അംശങ്ങളാണ്, അവയവങ്ങളാണ്. സഭയെ ദൈവം ശരീരവുമായിട്ടാണ് താരതമ്യം ചെയ്തത്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരുപാട് അവയവങ്ങൾ കാണാൻ കഴിയും. ചില അവയവങ്ങൾ കാണുവാൻ കഴിയുമെങ്കിൽ മറ്റു ചിലത് കാണുവാൻ കഴിയാത്തതാണ്. പുറമേ കാണുന്ന അവയവങ്ങളെ നാം ഒരുപാട് സ്നേഹിച്ച് അവയെ വൃത്തിയാക്കി നല്ല രീതിയിൽ കൊണ്ടു നടക്കും. എന്നാൽ കാണപ്പെടാത്തതായ അവയവങ്ങൾ, കരളുണ്ട്, കിഡ്നിയുണ്ട്, ശ്വാസനാളമുണ്ട്, ഹൃദയമുണ്ട്, അസ്ഥികളുണ്ട്, ഞരമ്പുകളുണ്ട്, അവ കാണുകയില്ല.
എന്നാൽ ഒരു മനുഷ്യൻ നേരെ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അതിന് കാരണം എന്താണ്? അവൻ്റെ അകത്തുള്ളതായ അവയവങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എപ്പോഴും ഞാൻ മാത്രം എന്തിനെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കണം? നീയാണെ സുഖമായിട്ട് കിടന്നുറങ്ങും, ഞാൻ എപ്പോഴും ഇങ്ങനെ ടപ്പ് ടപ്പെന്ന് അടിച്ചുകൊണ്ടിരിക്കണം. ഞാനതുകൊണ്ട് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഹൃദയം നിലച്ചു എന്നിരിക്കട്ടെ. എന്ത് സംഭവിക്കും? നീ എത്ര വലിയ മനുഷ്യനാണ് എങ്കിലും മനുഷ്യൻ ജീവനുള്ളപ്പോൾ മനുഷ്യനെന്ന് പറയും, അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ശവമെന്നാണ് വിളിക്കുന്നത്. എന്താണ്? അതേ മനുഷ്യനെ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ മനുഷ്യനായിട്ടല്ല ശവമായിട്ടാണ് ആളുകൾ വിളിക്കുന്നത്. ശവം എടുത്തുകൊണ്ട് പോകാൻ പറയും. സഭയിലും അതുപോലെ സഭയുടെ ക്ഷേമത്തിനു വേണ്ടി സഭയിലുള്ള എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ചിലർ പരസ്യമായി പ്രവർത്തിക്കുന്നവരുണ്ട്, ചിലർ രഹസ്യമായി ചെയ്യുന്നവരുണ്ട്. എന്നാൽ എല്ലാവരും ചേർന്നുകൊണ്ട് വളരെ ജാഗ്രതയോടെ സഭയിൽ പ്രവർത്തിക്കണം. ചെറിയ ഒരു പണിയല്ലേ, ചെറിയ ഒരു വിഷയമല്ലേ, ഞാൻ വളരെ ചെറിയ ഒരു വ്യക്തിയാണ് എന്നുള്ളതായ ഒരു ചിന്തയും നമ്മിൽ ഇടം കൊടുക്കാതെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ചേർന്ന് എങ്ങനെയാണ് ശരീരത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? അങ്ങനെ സഭയിലെ വിശ്വാസികൾ എല്ലാവരും ചേർന്ന് യേശുവിൻ്റെ നാമത്തെ, യേശുവിൻ്റെ സഭയെ ഒരു മാതൃകയുള്ളതായ, ഒരു ശക്തിയുള്ളതായ, ഒരു വെളിച്ചമായിട്ട്, ഒരു ഉപ്പായിട്ട്, ഈ ലോകത്തിനൊരു അനുഗ്രഹമായിട്ട് ദൈവത്തിൻ്റെ മക്കളെല്ലാം ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ കാലത്ത് അനേകരും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വില മനസ്സിലാക്കാതെ ജീവിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ വാതിൽ അത് മറ്റാരുമല്ല, മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള മധ്യസ്ഥൻ ഒരാളാണ്. അതാണ് യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ. ദൈവസന്നിധിയിൽ നാം വന്നിട്ട് കർത്താവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേരും. അവിടെ നിന്നും ദൈവത്തിൻ്റെ മറുപടിയും നാം പ്രാപിക്കും. സഭ എന്നത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. സഭ ആത്മീയമായി ബലം പ്രാപിക്കാനിടയാകണം. ഒരു യഥാർത്ഥ സഭ യേശുവിന് പ്രാധാന്യം കൊടുക്കും, യേശുവിനെ പ്രസംഗിക്കും, യേശുവിങ്കിലേക്ക് നടത്തും, യേശുവിന് വേണ്ടി ജീവിക്കും, യേശുവിന് വേണ്ടി പ്രവർത്തിക്കും, യേശുവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കും. നമ്മുടെ ഭക്തിയെ മിനുക്കിയെടുക്കുവാൻ, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെക്കാനായിരിക്കണം സഭയിലേക്ക് വരുന്നത്. എൻ്റെ ഇഷ്ടങ്ങളെയെല്ലാം മാറ്റിവെക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ മാത്രം ആശ്രയിക്കുവാനായിരിക്കണം. അങ്ങനെ ഉണ്ടാകുന്നതായ സമയത്ത് നീ രക്ഷിക്കപ്പെടും, നിന്റെ കുടുംബക്കാരും രക്ഷിക്കപ്പെടും, നീ രക്ഷിക്കപ്പെടും, നിന്റെ സുഹൃത്തുക്കളും രക്ഷിക്കപ്പെടും, നീ രക്ഷിക്കപ്പെടും, നിന്റെ മക്കളെയും രക്ഷിക്കപ്പെടുത്തും, അതുപോലെ തന്നെ നിന്റെ ബന്ധുക്കളെയും രക്ഷിക്കപ്പെടുത്തും. നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക് അനുഗ്രഹമായിട്ട് തീരും. ഈ അന്ത്യകാലത്ത് പുറമെ ഭക്തി കാണിക്കുന്നുവെങ്കിലും അതിൻ്റെ ശക്തിയെ അനുഭവിക്കുവാൻ കഴിയാതെ അനേകരായിരിക്കുന്നു. അങ്ങനെ നാം ജീവിക്കുവാൻ പാടില്ല. ഹൃദയശുദ്ധിയെ നമുക്ക് കാക്കാം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തോട് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. വായു തുറന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഈ അന്ത്യനാളുകളിൽ വിശ്വാസികൾ അവിശ്വാസികളെക്കാൾ താഴ്ന്ന സ്ഥിതിയിലേക്ക് വീണു പോകുമ്പോൾ വചനാനുഭവമില്ലാത്തവരായി, പ്രാർത്ഥനാനുഭവമില്ലാത്തവരായിട്ട്, കൂട്ടായ്മ ഇല്ലാത്തവരായിട്ട്, വിശുദ്ധി ഇല്ലാത്തവരായി, ലോകക്കാരെക്കാൾ ഹീനമായ സ്ഥിതിയിലേക്ക് വീണു പോകുന്നതായ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരെ നീ നോക്കണമേ. നിന്റെ ആലയത്തിലേക്ക് കൂടി വരുന്ന സമയം ഞങ്ങളുടെ പ്രവൃത്തികളെയെല്ലാം നേരെയാക്കുന്നതിനു വേണ്ടി, ഞങ്ങളുടെ ബലഹീനതയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. വചനപ്രകാരമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ വസ്ത്രധാരണം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ജീവിതം ഇവയെല്ലാം മറ്റുള്ളവർക്ക് മാതൃകയാകാൻ സഹായിക്കണമേ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ വന്നതായ നിന്റെ നാമത്തിൽ പിശാചിന്റെ പ്രവൃത്തികളെ ബന്ധിക്കുവാൻ കഴിയുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. അത് നീ സരിൻ ദരിസനം
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ